ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്, ചിക്കൻ ഫ്രൈഡ് റൈസ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും നല്ല സൂപ്പർ ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ പറ്റും. ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ ആദ്യം തന്നെ ചിക്കൻ വേവിച്ചെടുക്കണം. ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് വെള്ളവും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചട്ടി മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ചിക്കൻ വെന്ത് വരുമ്പോൾ ചട്ടിയിൽ നിന്നും മാറ്റാം. ചിക്കൻ വേവിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റൈസ് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളവും 1 ടേബിൾ സ്പൂൺ ഓയിലും ചെറുനാരങ്ങ നീര്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് റൈസ് വേവിച്ചെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ പാകത്തിനേക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന തരത്തിൽ ചേർത്ത് കൊടുക്കണം. റൈസ് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിച്ചെടുക്കല്ല. റൈസ് പാകമാകുമ്പോൾ ഊറ്റിയെടുത്ത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. റൈസ് നേരത്തെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ പറ്റും. റൈസ് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണിത്. ചെറിയ പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, സെലറി, 1 ക്യാരറ്റ്, 4 ബീൻസ്, സ്പ്രിംഗ് അനിയൻ. സ്പ്രിംഗ് അനിയൻ്റെ വൈറ്റ് കളറിലുള്ള ഭാഗവും ഗ്രീൻ കളറിലുള്ള ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെക്കണം. അതുപോലെ കുറച്ച് ക്യാപ്സിക്കവും ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അടുത്തതായി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് 3 മുട്ട പൊട്ടിച്ച് പാനിലേക്ക് ഒഴിച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഉലർത്തിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ഫ്രൈഡ് റൈസ് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. ഇനി ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ എള്ളെണ്ണയോ ഉപയോഗിക്കാം. ഞാനിവിടെ എള്ളെണ്ണ, അതായത് സെസമെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായാൽ വെളുത്തുള്ളി, ഇഞ്ചി, സ്പ്രിംഗ് അനിയൻ്റെ വൈറ്റ് കളറുള്ള ഭാഗം ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് പാനിലേക്ക് ഇട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈയിൽ വെച്ച് 1/2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഇതും കൂടി വെജിറ്റബിളിലേക്ക് ഇട്ട് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം റൈസ് കുറേശ്ശെയായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ചേർത്തതിന് ശേഷം അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയ് സോസ്, 1/2 ടീസ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. അവസാനമായി സ്പ്രിംഗ് അനിയൻ്റെ ഗ്രീൻ കളറിലുള്ള ഭാഗവും സെലറിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്